പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ദൈവവചനത്തിൽ നീതിമാനെ ഫലപ്രദമായ സമൃദ്ധിയായ ഒരു വൃക്ഷഫലത്തോട് താരതമ്യം ചെയ്ത് ഉപമിച്ച് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 1-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നവൻ ആറ്റിരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ഫലപ്രദമായ ഒരു വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് ഒരു നീതിമാനെ, ഒരു ഭക്തനെ, ഒരു ദൈവാശ്രയമുള്ളവനെ പഠിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിന് തുല്യമാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഗുണം, അതിൻ്റെ വേരുകൾ ആ ആറിൻ്റെ ജലമുള്ളിടത്തേക്ക്, നീരുറവയുള്ളിടത്തേക്ക് എത്ര ദൂരമായാലും ആ വേരുകൾ മുന്നോട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അതിന് എല്ലാ കാലത്തും വെള്ളം ലഭിക്കുന്നത് കൊണ്ട്, വളം ലഭിക്കുന്നത് കൊണ്ട് അത് ഏത് കാലാവസ്ഥയിലും, ചൂടായിക്കൊള്ളട്ടെ മഴയായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലും അത് തളർന്നു പോകുന്നില്ല, വാടിപ്പോകുന്നില്ല. അതുമാത്രമല്ല, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. ഒരു ഭക്തൻ്റെ അവസ്ഥ, അവൻ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ അഭയം ചൊല്ലുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. അവൻ വാടിപ്പോകുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവൻ്റെ ഇല അവൻ വേഗം ഉണങ്ങിപ്പോകുന്നില്ല. അവൻ തക്ക കാലത്ത് ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ഫലം പുറപ്പെടുവിക്കുന്ന, ഏത് കാലാവസ്ഥയിലും, ഏത് പ്രതികൂലത്തിലും, ഏത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു കൃഷിക്കാരനെ ആനന്ദം പകരുന്ന, ആശ്വാസം പകരുന്ന, ആദായം പകരുന്ന ഒരു വൃക്ഷമായി നിൽക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ 8-ാം മാസം നമ്മൾ ആരായിരിക്കണം, ആരായിത്തീരണം എന്നുള്ളത് വളരെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ഒരു ചെറിയ വിഷയം വരുമ്പോൾ വാടി തളർന്നു പോകുന്നവരായിട്ടല്ല, നമ്മുടെ ആശ്രയം ക്രിസ്തുവിൽ വേരൂന്നിയും ഒക്കെ നാം നിൽക്കുന്നുവെങ്കിൽ നമുക്കേത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കുവാൻ കൃപ ദൈവം അമിതമായി നമ്മുടെ മേൽ പകരും. ആ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ട്, ആമേൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഏത് പ്രതികൂലത്തിലും നമുക്ക് വാടാത്തവരായി, ഉണങ്ങിപ്പോകാത്തവരായി നമുക്ക് നിൽക്കുവാൻ കഴിയും. അതല്ല, കർത്താവിൻ്റെ രാജ്യത്തിന് അനേക പ്രതിഫലമുള്ളവരായി, ഫലം പുറപ്പെടുവിക്കുന്നവരായി, സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി, സ്വർഗരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്കിടയായിത്തീരും. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കൊരു ഭക്തരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അവനടയാളം അവിടെ കൊടുത്തിരിക്കുന്ന, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവനെന്ത് ചെയ്താലും അത് അനുഗ്രഹമായിത്തീരും, പ്രോസ്പറായിത്തീരും. അവനെന്ത് ചെയ്താലും അത് നടക്കും, അവനെന്തും ചെയ്യുവാൻ കഴിയും.
അവനൊന്നും അസാധ്യമാകുകയില്ല, അവനൊന്നും സാധിക്കാതെ വരികയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ നമുക്ക് പറയാം: അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹമാണ്. അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും അവൻ പ്രോഗ്രാം ചെയ്യുന്നതുമൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടായതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ഈ പകൽ ദൈവം നമുക്കൊരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചും നമ്മൾ ദൈവത്തിന് ഫലമുള്ളവരായി, പ്രയോജനമുള്ളവരായി നാമാൽ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.